ഹലോ ഗേയ്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലം പോകാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു യെല്ലോ കളറിലുള്ള ഈ ഒരു പട്ടുപാവാടയാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടി കാത്തിക്കാൻ നിന്നു. വണ്ടി കിട്ടിയപ്പോൾ ഞങ്ങളിതാ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അമ്പലത്തേക്ക് ഞങ്ങളൊരു കൃഷ്ണൻ്റെ അമ്പലമായിരുന്നു കേട്ടോ, അവിടേക്കാണ് പോയത്. പിന്നെ അവിടെ കയറി തൊഴുതു. പിന്നെ കുറേ കണ്ണന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി ഇതാ ഞാൻ എടുക്കുന്ന വീഡിയോസിനൊക്കെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ വേറൊരു കുഞ്ഞിക്കണ്ണനെ കിട്ടി. അവളെ ഞാൻ കൈ കാട്ടിയപ്പോൾ വേഗം ചാടി കേട്ടോ എൻ്റെ അടുത്തേക്ക്. പിന്നെ കുറേ നേരം കളിച്ചു. പിന്നെ അങ്ങനെ കുറേ കണ്ണന്മാരെ ഞാൻ കണ്ടു. 6 മാസമായി കുട്ടികളൊക്കെ ഇങ്ങനെ കൃഷ്ണൻ്റെ വേഷം കെട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ അമ്പലത്തേക്ക് പോയപ്പോൾ അതൊരു ശിവൻ്റെ അമ്പലമായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ കയറി തൊഴുതു. പിന്നെ ഞങ്ങൾ ടൗണിലേക്ക് എത്തിയപ്പോൾ മലബാർ മേള കാണാൻ വേണ്ടി പോയിട്ടോ. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു കുറേ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ചെടികൾ, റോസാപ്പൂവ്, അതുപോലെ കറി ലീഫ്, ഇതൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ, കത്തികൾ, മടാൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽസ്, നമ്മൾ കറിയൊക്കെ ആക്കാൻ പറ്റണ ബോട്ടിൽസ്. പിന്നെ അങ്ങനെ എന്താ പറയുക, പിന്നെ ഞങ്ങൾ ഫാൻസി ഐറ്റംസിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ഫാൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്മൽ, മാല, പൊട്ട്, ലിപ്സ്റ്റിക്ക്, പിന്നെ ക്ലിപ്സ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 100 രൂപയ്ക്ക് ഇതാ കുറേ പാവകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിലത്തെ ഒരു മുയലിനെയും പിന്നെ കണ്ടില്ലേ, ഇതൊരു മഴവില്ല് മാതിരിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയായിരുന്നു അത്. പിന്നെ ഇതാ അതുപോലത്തെ ഇതിൻ്റെ ചെവിയുടെ അവിടെ ഒരു സംഭവം ഉണ്ട്. അത് പിടിച്ചമർത്തി കഴിഞ്ഞാൽ ചെവി പൊങ്ങും കേട്ടോ. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിപ്പോഴത്തെ ട്രെൻഡാണ് തോന്നുന്നു. പിന്നെ കുറേ വിത്തുകൾ, പിന്നെ തല മസാജ് ചെയ്യുന്നത്, കുറേ നമ്മുടെ എന്താ പറയുക കയ്യിലുകൾ, സ്പൂണുകൾ, പ്ലേറ്റുകൾ, ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഇതാ സ്വർണ്ണത്തിന് കളറുള്ളത്, അതും വിറ്റാ പൈസയൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തത് ഇതാ മരത്തിന്, പണ്ടത്തെ അതുണ്ടാവില്ല, മരം കൊണ്ടൊക്കെ പണി ചെയ്തിട്ടുള്ള കുറേ കയ്യിലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോപ്പുകൾ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പുകൾ കേട്ടോ. പിന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരവിടെ. പിന്നെ കീ ചെയിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഹലോ കിറ്റിയുടെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു കൃഷ്ണൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിളക്ക്, നമ്മുടെ ഈ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഇതിൽ കത്തിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുട്ടോ, അതിൻ്റെ ഒരു വിളക്കുണ്ടായിരുന്നു. പിന്നെ ഗോട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ അത് ഷാളുകൾ, അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു എന്താ പറയുക ഒരു മേശമൊക്കെ വെക്കാൻ പറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഫാൻസി ഐറ്റംസിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അവിടെയും കുറേ മാലകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കൈ ചെയിൻസ്, ക്ലിപ്സ്, കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബോയ്സിന് കളിക്കാൻ പറ്റിയിട്ടുള്ള ടോയ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഗേൾസിനും ഉണ്ട്. പിന്നെ എനിക്കുണ്ടോ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു ചോക്ലേറ്റിൻ്റെ ബുക്ക്. പിന്നെ നന്ദു എന്തോ ഒരു വാച്ച് കൊണ്ടുവന്നിട്ട് കയ്യിലടിച്ചതിന് ഇങ്ങനെ ചുണ്ട്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതേ ഉണ്ടോ ഒരു മഴവില്ല് പോലത്തത്. പിന്നെ നിൽക്കണ്ട ഈ ഒരു ചെരുപ്പിൻ്റെ ഒരു സംഭവം, ഒരു കട്ടറാണ് കേട്ടോ, അത് നല്ല അടിപൊളിയുണ്ടായിരുന്നു. പിന്നെ ഒരു പാലും കുപ്പിട, അതൊക്കെ പണ്ടത്തെ എന്താ പറയുക നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ പേനകളും ഒക്കെ ഒരു സെക്ഷനിലുണ്ട്. പിന്നെ ഈ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പൂച്ചയെ കണ്ടതിൽ ശരിക്കത്തെ മാതിരി തോന്നും കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ വലിയ കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാറിൽ, വണ്ടികളിലൊക്കെ, വെഹിക്കിൾസിലൊക്കെ തൂക്കാൻ പറ്റിയത്. പിന്നെ എന്തോ ഈ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാവില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സിംഹത്തിനെ കണ്ടു കേട്ടോ, അതൊരു ബൊമ്മയാണ്. പിന്നെ തലാണ കവറുകൾ, കുട്ടികളുടെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.